എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചില്ലി പാസ്തയാണ്. പിന്നെ ഒരു സമ്മർ ഡ്രിങ്കാണ്, ലെമണും ജിഞ്ചറും ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. പിന്നെ ഈ ചില്ലി പാസ്ത എനിക്ക് പറഞ്ഞു തന്നത് ഞാനും മക്കളും വിദേശത്തുണ്ടായിരുന്ന സമയത്ത് എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി വേണ്ടത് വെളുത്തുള്ളി, പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ ഇതെല്ലാം ചെറുതായി മുറിച്ചത്, ഒരു സവാള ചെറുതായി മുറിച്ചത്, പിന്നെ വേണ്ടത് പാസ്തയാണ്. ഇത് നമുക്ക് വേവിച്ച് വെക്കണം. ഇനി വേണ്ടത് 2 തരം സോസാണ്, സോയാ സോസ്, ചില്ലി സോസ്. ഇനി വേണ്ടത് റിഫൈൻഡ് ഓയിലാണ്. ഇത് ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ തന്നെ ചെയ്യണം. പിന്നെ 2 മുട്ട. പിന്നെ വേണ്ടത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ചധികം വെള്ളം നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കുറച്ച് ഉപ്പും ഇട്ട് അതിലേക്കാണ് നമ്മൾ ഈ പാസ്ത ഇട്ട് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു പാനിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് അതിൽ ചെറുതായി മുറിച്ച വെളുത്തുള്ളി അതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം പച്ചമുളകിട്ട് അതും ഒന്ന് വഴറ്റുക. പിന്നെ ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച സവാളയിട്ട് അത് കുറച്ച് ഉപ്പ് ഇട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകിട്ട് അതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സോയാ സോസ് അതൊരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് അതൊന്ന് വഴറ്റുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ച് അതും ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ആക്കി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് അത് നന്നായിട്ടൊന്ന് ഈ സോസിലൊന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ആക്കുക. ഈ ഒരു റെസിപ്പി എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണം. അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഒരു സമ്മർ ഡ്രിങ്കാണ്. ലെമണും ജിഞ്ചറും ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം.
ഇതിന് ആദ്യമായി വേണ്ടത് 2 ലെമൺ ചെറുതായി മുറിച്ചത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ലൈം ജ്യൂസും ഇഞ്ചിയും പിന്നെ എടുത്തു വെച്ച പഞ്ചസാരയും ഉപ്പും ഇട്ട് ആദ്യം അത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഐസ് വാട്ടർ ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. ഇത് ആർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡ്രിങ്കാണ്. ഇതും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.